കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ചീഫ് സെക്രട്ടേറിയറ്റിൽ വെച്ച് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ടായി. 30 മിനിറ്റോളം നീണ്ടുനിന്നു ചർച്ച. തമിഴ്നാട് കേരളയും തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൻ്റെ ഉഭയകക്ഷി ചർച്ചകൾ, പ്ലാനിങ്ങുകൾ ഒക്കെയായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പല രീതിയിലും രണ്ട് സംസ്ഥാനങ്ങളുടെയും ഐക്യം കൂട്ടിയുറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കിട്ടിയതെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ തുറന്നു പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. പോയിന്റ് നമ്പർ 2, വിജയ് കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. വിജയ് കൊച്ചിയിലെത്താൻ പോവുകയാണ്. ഡേറ്റിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജയോട് സംസാരിക്കുകയും പൂർണ്ണ പിന്തുണ തമിഴ്നാട്ടിൽ നിന്നും കിട്ടുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയും ചെയ്തു തമിഴ്നാട് മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇരു സംസ്ഥാനങ്ങൾ തമ്മിൽ കൈമാറാമെന്നുള്ള ധാരണയും കൂടി എത്തി നിൽക്കുന്നു. ഞാൻ പറയുന്നത് ഒരു മഹാദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. ആ ഓപ്പറേഷൻ തൂഫാൻ ഇന്നത്തെ യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ലഹരിക്കെതിരെ പോരാടാൻ, ഒറ്റക്കെട്ടായി നിൽക്കാൻ, ലഹരിയുടെ വേരറക്കാൻ ഇന്നത്തെ യുവജനങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഒരു ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുന്നു. ദിവസങ്ങളോളം പ്രവർത്തിക്കുന്നു, ജാഥകൾ നടത്തുന്നു, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്നു, ബായ് കോളനിയിൽ പോയി സംസാരിക്കുന്നു. അങ്ങനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനലുകളെ പിടികൂടുന്നു, കുറ്റവാളികളെ പിടികൂടുന്നു. അതോടൊപ്പം തന്നെ ലഹരിയുടെ വേരെ യുവാക്കളിൽ നിന്ന് മറുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർണ്ണമായും നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തമിഴ്നാട്ടിൽ കൂടി പോയി ചേർന്ന് ഒരു കൈ കൊടുത്ത് ശരിയാക്കുന്നത്. സിനിമാ മേഖലയിൽ മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡറായി നിൽക്കുന്നത്. വിജയ് കൊച്ചിയിലെത്തുന്നതും തൂഫാൻ വാരിയേഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും, തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാഴ്ച കാണാം. വിജയും മോഹൻലാലും ഒരുമിച്ച് ഒരു വേദിയിൽ. ജില്ല എന്ന ചിത്രത്തിലാണ് നമ്മൾ അവസാനം മോഹൻലാലും വിജയും ഒരു ഫ്രെയിമിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 13 വർഷത്തോളമായി. ആ 13 വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിലാണ് വിജയും മോഹൻലാലും കൂടി ഒരുമിച്ച് വരാൻ പോകുന്നത്. പക്ഷേ ഇത്തവണ സിനിമയിലല്ല, റീലിലല്ല, റിയൽ ലൈഫിൽ. അതും ഇത്തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒരു തൂഫാൻ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിലാണ് വിജയും മോഹൻലാലും കൂടി ഒരുമിച്ച് കാണാൻ പോകുന്നത് എന്നതും കൂടി വ്യക്തമാക്കണം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയെ നേരിട്ട് കാണുന്ന ആദ്യത്തെ മന്ത്രി കൂടിയാണ് രമേശ് ചെന്നിത്തല. അതായത് കേരള സർക്കാർ, വി ഡി സതീശൻ സർക്കാർ വന്നതിന് ശേഷം ഒരു മന്ത്രി തമിഴ്നാട്ടിൽ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ വിസിറ്റ് വളരെയധികം പ്രോമിസിംഗ് ആണ്. അത് വിജയ് കേരളത്തിലേക്ക് വരുന്നത് കൊണ്ടോ കൊച്ചിയിലേക്ക് വരുന്നത് കൊണ്ടോ തൂഫാൻ വാരിയറിൻ്റെ ഭാഗമാകുന്നത് കൊണ്ട് മാത്രമല്ല, കേരള തമിഴ്നാട് തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള ഒരു യൂണിറ്റി വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ നിരവധി പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ ഒരു വൈഡ് പ്രോജക്റ്റ് തന്നെയുണ്ട്. അതെല്ലാം സംഭവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ വളരെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് കൂടിയാണ് ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തലയും CM-ആയ സി ജോസഫ് വിജയും തമ്മിലുള്ള മീറ്റിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയേണ്ടത്. വിജയ്ക്ക് വളരെ ഊഷ്മളമായ സ്വീകരണം നൽകും എന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം തകഴിയുടെ കയർ എന്ന ഗ്രന്ഥത്തിൻ്റെ തമിഴ് പകർപ്പ് വിജയ്ക്ക് സമ്മാനമായി നൽകിയെന്നും കൂടി ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പുതിയ ഭരണം വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് TVക്ക് ആദ്യമായിട്ട് ആണ് തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷമാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ട് പുതിയ സർക്കാരുകൾ തമ്മിൽ ഒരു പുതിയ നയങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു വല്ലാത്ത മാറ്റമാവും, ഒരു പുതിയ ചേഞ്ച് ആവും. ആ ചേഞ്ചുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിസിറ്റുകൾ കാണേണ്ടത്, ഈ മീറ്റിങ്ങുകൾ കാണേണ്ടത്, ഓരോ നയങ്ങളും കാണേണ്ടത്.